നക്ഷത്രമണ്ഡലത്തിലെ 27 നക്ഷത്രങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും അത്ര തന്നെ തെറ്റിദ്ധരിക്കപ്പെട്ടതുമായ ഒരു നക്ഷത്രം ഏതെന്ന് ചോദിച്ചാൽ ജ്യോതിഷ പണ്ഡിതർക്കും സാധാരണക്കാർക്കും ഒരേ ഉത്തരമേ നൽകാനുള്ളൂ: തൃക്കേട്ട. സംസ്കൃതത്തിൽ ഈ നക്ഷത്രത്തെ ജ്യേഷ്ഠ എന്ന് വിളിക്കുന്നു. ജ്യേഷ്ഠ എന്നാൽ ഏറ്റവും മൂത്തവൾ, ശ്രേഷ്ഠമായവൾ അല്ലെങ്കിൽ അധികാരമുള്ളവൾ എന്നൊക്കെയാണ് അർത്ഥം. ആകാശത്ത് വൃശ്ചികം രാശിയുടെ ഹൃദയഭാഗത്ത് തിളങ്ങി നിൽക്കുന്ന ചുവന്ന നക്ഷത്രമായ അൻഡാറസ് ആണ് തൃക്കേട്ട. പുരാതന കാലം മുതൽക്കേ നാവികരെയും ജ്യോതിശാസ്ത്രജ്ഞരെയും ഒരേപോലെ വിസ്മയിപ്പിച്ച ഈ നക്ഷത്രം മനുഷ്യജീവിതത്തിന്റെ സങ്കീർണതകളെ മുഴുവൻ തന്നിൽ ആവാഹിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് തൃക്കേട്ട നക്ഷത്രക്കാർ സമൂഹത്തിൽ എപ്പോഴും വേറിട്ട് നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് അവർക്ക് മറ്റാർക്കും ലഭിക്കാത്ത ഒരു പ്രത്യേക ആദരവും അതേസമയം ഒരു തരം ഭയവും മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയുള്ള യാത്ര തുടങ്ങുന്നത് ആകാശത്തിന്റെ അഗാധമായ രഹസ്യങ്ങളിൽ നിന്നാണ്. തൃക്കേട്ട ഒരു സാധാരണ നക്ഷത്രമല്ല, അതൊരു യുദ്ധക്കളമാണ്. അധികാരവും ആത്മീയതയും ഭൗതിക സുഖങ്ങളും ആത്മത്യാഗവും തമ്മിൽ നിരന്തരം പോരാടുന്ന ഒരു മനസ്സിന്റെ ഉടമകളാണ് ഈ നക്ഷത്രക്കാർ. ദേവരാജാവായ ഇന്ദ്രനാണ് ഈ നക്ഷത്രത്തിന്റെ അധിപൻ. സ്വർഗത്തിന്റെ ആധിപത്യം കൈയാളുന്ന ഇന്ദ്രൻ എല്ലാ ഐശ്വര്യങ്ങളുടെയും അധിപനാണെങ്കിലും തന്റെ അധികാരം എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെട്ടേക്കാമെന്നൊരു ഭയം എപ്പോഴും അദ്ദേഹത്തെ വേട്ടയാടാറുണ്ട്. ഈ ഒരു ഇന്ദ്രാവസ്ഥ തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉടനീളം കാണാം. പുറമെ അങ്ങേയറ്റം കരുത്തരും ആത്മവിശ്വാസമുള്ളവരുമായി കാണപ്പെടുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ താൻ സ്നേഹിക്കുന്നവരോ തനിക്ക് ലഭിക്കേണ്ട പരിഗണനയോ നഷ്ടപ്പെടുമോ എന്നൊരു ഉത്കണ്ഠ ഇവർ സൂക്ഷിക്കുന്നുണ്ടാകും. ഈ വൈരുദ്ധ്യമാണ് ഇവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. തൃക്കേട്ട നക്ഷത്രം ജ്യോതിഷത്തിൽ ഗണ്ഡാന്ത നക്ഷത്രങ്ങളിൽ ഒന്നാണ്. അതായത് ഒരു രാശിയുടെ അവസാനവും അടുത്ത രാശിയുടെ തുടക്കവും ചേരുന്ന അതീവ പ്രാധാന്യമുള്ള ഒരു സന്ധിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ജലരാശിയായ വൃശ്ചികത്തിന്റെ അന്ത്യത്തിൽ നിൽക്കുന്ന ഈ നക്ഷത്രം അഗ്നിരാശിയായ ധനുവിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഈ മാറ്റം ഒരു ആത്മീയ പരിവർത്തനത്തിന്റെ സൂചനയാണ്. അതുകൊണ്ട് തന്നെ തൃക്കേട്ടക്കാർക്ക് ജീവിതത്തിൽ വലിയ തകർച്ചകളും അതിശക്തമായ തിരിച്ചുവരവുകളും സ്വാഭാവികമാണ്. സാധാരണക്കാരന്റെ ജീവിതം പോലെയല്ല ഇവരുടെ പ്രയാണം. കൊടുങ്കാറ്റുകളെ അതിജീവിച്ച് പായുന്ന ഒരു കപ്പൽ പോലെയാണ് തൃക്കേട്ടക്കാരുടെ ജീവിതയാത്ര. സമൂഹത്തിൽ ഇവർ ഭരണാധികാരികളായോ ഉപദേശികളായോ അല്ലെങ്കിൽ തങ്ങളുടെ മേഖലയിലെ അവസാന വാക്കോ ആയി മാറാറുണ്ട്. ഇവരുടെ വാക്കുകൾക്ക് ഒരു പ്രത്യേക മൂർച്ചയുണ്ട്. ഒരു ശസ്ത്രക്രിയ നടത്തുന്ന ഡോക്ടറുടെ കത്തി പോലെ അത് മുറിപ്പെടുത്താനല്ല, മറിച്ച് ഉള്ളിലെ അഴുക്കിനെ നീക്കം ചെയ്യാനാണ് ഇവർ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ സത്യം തിരിച്ചറിയാൻ പലപ്പോഴും ലോകത്തിന് കഴിയാറില്ല. അതുകൊണ്ടാണ് തൃക്കേട്ട നക്ഷത്രക്കാർ പലപ്പോഴും ക്രൂരരെന്നോ അഹങ്കാരികളെന്നോ തെറ്റായി മുദ്രകുത്തപ്പെടുന്നത്. ഈ പുറന്തോടിനുള്ളിൽ ആരും കാണാത്ത ഒരു തൃക്കേട്ടയുണ്ട്. അങ്ങേയറ്റം മൃദുലമായ മനസ്സ്, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്തും സഹിക്കാനുള്ള ക്ഷമ, ലോകത്തെ മുഴുവൻ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ ഹൃദയം. ആരും പറയാത്ത ആ രഹസ്യങ്ങളിലേക്കും പുരാണങ്ങളിലെ കാണാപ്പുറങ്ങളിലേക്കും തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ അത്ഭുതകരമായ വശങ്ങളിലേക്കും നമുക്കൊന്ന് യാത്ര ചെയ്യാം. നിഗൂഢതകളുടെ ആ ചുവന്ന നക്ഷത്രം നിങ്ങളോട് പറയാൻ കാത്തുവച്ച സത്യങ്ങൾ എന്തൊക്കെയാവാം? ഈ വീഡിയോ ആ ജിജ്ഞാസയിലേക്കുള്ള ഒരു വഴികാട്ടിയാണ്. തൃക്കേട്ട നക്ഷത്രത്തിന്റെ ദേവത ദേവേന്ദ്രനാണ്. പുരാണങ്ങളിൽ ഇന്ദ്രൻ അധികാരത്തിന്റെയും യുദ്ധത്തിന്റെയും ഭരണത്തിന്റെയും പ്രതീകമാണ്. എന്നാൽ അതേസമയം തന്നെ തന്റെ അധികാരം നഷ്ടപ്പെടുമോ എന്ന ഭയം എപ്പോഴും ഇന്ദ്രനെ വേട്ടയാടാറുണ്ട്. ഈ ഒരു മാനസികാവസ്ഥ തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജീവിതത്തിലും നിഴലിക്കുന്നത് കാണാം. ദക്ഷ പ്രജാപതിയുടെ 27 പുത്രിമാരിൽ മൂത്തവളാണ് ജ്യേഷ്ഠ. ചന്ദ്രൻ ഈ 27 പേരെയും വിവാഹം കഴിച്ചുവെങ്കിലും അദ്ദേഹത്തിന് പ്രിയം രോഹിണിയോടായിരുന്നു. തന്നേക്കാൾ ഇളയവളായ രോഹിണിക്ക് ലഭിക്കുന്ന സ്നേഹവും പരിഗണനയും കണ്ട് ജ്യേഷ്ഠയിൽ ഉടലെടുത്ത അപകർഷതാബോധവും വാശിയുമാണ് ഈ നക്ഷത്രത്തിന്റെ ഊർജ്ജതന്ത്രത്തെ നിർണയിക്കുന്നത്. താൻ എല്ലാവരാലും അംഗീകരിക്കപ്പെടണം, താനായിരിക്കണം പ്രഥമഗണനീയ എന്ന തൃക്കേട്ടക്കാരുടെ ആഗ്രഹം ഈ പുരാണ പശ്ചാത്തലത്തിൽ നിന്നാണ് വരുന്നത്. സമൂഹത്തിൽ തൃക്കേട്ട നക്ഷത്രക്കാരെ തിരിച്ചറിയാൻ എളുപ്പമാണ്. അവർക്കൊരു പ്രത്യേക ഓറ തന്നെ ഉണ്ട്. ഒരു മുറിയിലേക്ക് അവർ കടന്നു വരുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് അവരുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കും. നേതൃത്വം ഏറ്റെടുക്കാൻ അവർക്ക് പ്രത്യേക കഴിവുണ്ട്. മറ്റൊരാളുടെ കീഴിൽ നിൽക്കുന്നതിനേക്കാൾ സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ അവർ ആഗ്രഹിക്കുന്നു. വൃശ്ചികം രാശിയിൽ വരുന്നതിനാൽ അവർ അങ്ങേയറ്റം രഹസ്യ സ്വഭാവമുള്ളവരാണ്. സ്വന്തം കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാൻ ഇവർ ഇഷ്ടപ്പെടില്ല. ഇവരുടെ ഉള്ളിലിരിപ്പ് തിരിച്ചറിയുക എന്നത് പ്രയാസകരമാണ്. ബുധൻ അധിപനായ നക്ഷത്രമായതിനാൽ അസാമാന്യമായ ബുദ്ധിശക്തിയും വിശകലന പാടവവും ഇവർക്കുണ്ടാവും. വാക്ചാതുര്യാണ് ഇവരുടെ മറ്റൊരായുധം. വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ സ്വാധീനിക്കാനോ മുറിപ്പെടുത്താനോ ഇവർക്ക് നിഷ്പ്രയാസം സാധിക്കും. താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ ഇവർ തയ്യാറാകും. ഒരു കുട പോലെ തന്റെ പ്രിയപ്പെട്ടവർക്ക് തണലേകാൻ ഇവർ ശ്രമിക്കും. തൃക്കേട്ടയുടെ ചിഹ്നം കുടയോ കുണ്ടലമോ ആയത് ഇതിന്റെ സൂചനയാണ്. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും മനസാന്നിധ്യം കൈവിടാതെ പ്രവർത്തിക്കാൻ ഇവർക്ക് കഴിയും. മാനസികമായ കരുത്ത് ഇവരുടെ മുഖമുദ്രയാണ്. മറ്റൊരാളെ വിശ്വസിക്കാൻ ഇവർ സമയമെടുക്കുമെങ്കിലും ഒരിക്കൽ ഒരാളെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അവരോട് അങ്ങേയറ്റം വിശ്വസ്തത പുലർത്തും. ജീവിതത്തിൽ അച്ചടക്കം പാലിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നു. പാരമ്പര്യങ്ങളെയും ആചാരങ്ങളെയും ഇവർ ബഹുമാനിക്കുന്നു. ആപത്തിൽപ്പെടുന്നവരെ സഹായിക്കാൻ ഇവർ മുന്നിലുണ്ടാകും.
പ്രത്യേകിച്ചും ദുർബലരായവരെ സഹായിക്കുന്നതിൽ ഇവർ വലിയ താല്പര്യം കാണിക്കും. എല്ലാ നക്ഷത്രങ്ങൾക്കും എന്ന പോലെ തൃക്കേട്ടക്കാർക്കും ചില നിഴൽ വശങ്ങളുണ്ട്. പുരാണങ്ങളിലെ ജ്യേഷ്ഠയെ പോലെ മറ്റുള്ളവരുടെ വളർച്ചയിൽ അല്പം അസൂയ ഇവർക്കുണ്ടായേക്കാം. എപ്പോഴും ഒന്നാമനാകണമെന്ന വാശി ഇവരെ സമ്മർദ്ദത്തിലാക്കുന്നു. വൃശ്ചികം രാശിയുടെ സ്വാധീനം കാരണം ഇവർ പെട്ടെന്ന് പ്രകോപിതരാകാൻ സാധ്യതയുണ്ട്. ഇവരുടെ ദേഷ്യം ഒരു തേൾ കുത്തുന്നത് പോലെയായിരിക്കും. തീവ്രവും അപ്രതീക്ഷിതവുമായിരിക്കും അത്. മറ്റുള്ളവരെ വിശ്വസിക്കാൻ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പലപ്പോഴും പങ്കാളിയെയോ സുഹൃത്തുക്കളെയോ അനാവശ്യമായി സംശയിക്കുന്നത് ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കാം. തങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അത് മറക്കാൻ ഇവർക്ക് കഴിയില്ല. കാലങ്ങൾ കഴിഞ്ഞാലും അത് മനസ്സിൽ വെച്ച് പ്രതികാരം ചെയ്യാൻ ഇവർ തുനിഞ്ഞേക്കാം. ജ്യോതിഷത്തിൽ തൃക്കേട്ടയെ ഒരു ഗണ്ടാന്ത നക്ഷത്രമായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഒരു ജലരാശിയും അഗ്നിരാശിയും തമ്മിൽ സന്ധിക്കുന്ന ഇടം. ഈ സന്ധിയിൽ ജനിക്കുന്നവർക്ക് ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾ സംഭവിക്കും. ഇവരുടെ ജീവിതം സുഗമമായിരിക്കില്ല, മറിച്ച് പലപ്പോഴും തകർന്നു വീഴുകയും ഫീനിക്സ് പക്ഷിയെ പോലെ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നതാണ്. പുറമെ വലിയ സൗഹൃദ വലയവും അധികാരവും ഉണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ തൃക്കേട്ടക്കാർ അങ്ങേയറ്റം ഏകാന്തത അനുഭവിക്കുന്നവരാണ്. തങ്ങളെ മനസ്സിലാക്കാൻ ആരുമില്ലെന്ന തോന്നൽ ഇവരെ എപ്പോഴും വേട്ടയാടാറുണ്ട്. ഒരു സുരക്ഷിതത്വമില്ലായ്മ ഇവരുടെ ഉള്ളിൽ എപ്പോഴും മറഞ്ഞിരിപ്പുണ്ടാകും. പലരും വിചാരിക്കുന്നത് തൃക്കേട്ടക്കാർ ഭൗതികവാദികളാണെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇവർക്ക് ഗൂഢശാസ്ത്രങ്ങളിലും തന്ത്രവിദ്യകളിലും ആഴത്തിലുള്ള താല്പര്യമുണ്ടാകും. ജീവിതത്തിന്റെ രണ്ടാം പകുതിയിൽ ഇവർ വലിയ ആത്മീയവാദികളായി മാറാൻ സാധ്യതയുണ്ട്. തൃക്കേട്ടയിൽ ജനിച്ച കുട്ടികൾക്ക് അവരുടെ പ്രായത്തെക്കാൾ കൂടുതൽ പക്വതയുണ്ടാകും. അവർ സംസാരിക്കുന്നത് കേട്ടാൽ വലിയ ആളുകൾ സംസാരിക്കുന്നത് പോലെ തോന്നും. മുൻജന്മങ്ങളിലെ അനുഭവങ്ങൾ ഇവർ ഈ ജന്മത്തിലും കൂടെ കൊണ്ടുവരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. സമൂഹത്തിൽ തൃക്കേട്ടക്കാർ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. അവരുടെ കർക്കശമായ സ്വഭാവവും നേരെ വാ നേരെ പോ എന്ന രീതിയും ശത്രുക്കളെ സൃഷ്ടിക്കാറുണ്ട്. എന്നാൽ ഒരു വിപത്ത് വരുമ്പോൾ എല്ലാവരും ഓടിയെത്തുന്നത് തൃക്കേട്ടക്കാരന്റെ അടുത്തേക്കായിരിക്കും. കാരണം പ്രതിസന്ധികളെ നേരിടാൻ അവരെ പോലെ കരുത്തുള്ളവർ വേറെയില്ല. കുടുംബത്തിൽ ഇവർ അധിപന്മാരായിരിക്കും. വീടിന്റെ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ ഏറ്റെടുത്ത് നടത്താൻ ഇവർക്ക് കഴിയും. എന്നാൽ പങ്കാളിയുമായി പലപ്പോഴും സ്വഭാവപരമായ സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ട്. സ്വന്തം സ്വകാര്യതയെ മാനിക്കുന്ന ഒരാളെ പങ്കാളിയായി ലഭിച്ചാൽ ഇവരുടെ കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. ബുധന്റെ സ്വാധീനമുള്ളതിനാൽ ഇവർക്ക് ബിസിനസ്സിലും മാനേജ്മെന്റിലും തിളങ്ങാൻ സാധിക്കും. അനുയോജ്യമായ തൊഴിൽ മേഖലകൾ നോക്കുമ്പോൾ പോലീസ്, മിലിറ്ററി, ഡോക്ടർമാർ, രാഷ്ട്രീയ നേതാക്കൾ, ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ, സൈക്കോളജിസ്റ്റുകൾ, കെട്ടിട നിർമ്മാണം തുടങ്ങിയ മേഖലകൾ ഇവർക്ക് അനുയോജ്യമാണ്. സാമ്പത്തികമായി ഇവർക്ക് കയറ്റിറക്കങ്ങൾ ഉണ്ടാകുമെങ്കിലും കഠിനാധ്വാനം കൊണ്ട് അവർ പണം സമ്പാദിക്കും. ആഡംബരമായി ജീവിക്കാൻ ഇവർക്ക് വലിയ താല്പര്യമുണ്ടാകും. തൃക്കേട്ട നക്ഷത്രത്തിന്റെ ദോഷവശങ്ങൾ കുറയ്ക്കാൻ ചില പരിഹാരങ്ങൾ ചെയ്യുന്നത് ഉത്തമമാണ്. ഇന്ദ്രന്റെ സ്തുതികൾ ജപിക്കുന്നത് അധികാരവും സ്ഥാനമാനങ്ങളും നിലനിർത്താൻ സഹായിക്കും. വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ബുധനാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുക. വിഘ്നങ്ങൾ നീങ്ങാൻ ഗണപതി ഭഗവാനെ ആരാധിക്കുന്നത് ഉത്തമമാണ്. മെഡിറ്റേഷൻ, യോഗ എന്നിവ ശീലമാക്കുന്നത് തൃക്കേട്ടക്കാരുടെ കോപം നിയന്ത്രിക്കാൻ സഹായിക്കും. തൃക്കേട്ട നക്ഷത്രം എന്നത് അധികാരത്തിന്റെ കൊടുമുടിയും നിഗൂഢതകളുടെ താഴ്വരയും ചേർന്ന ഒന്നാണ്. തങ്ങളുടെ ഉള്ളിലെ അസൂയയും ഭയവും വെടിഞ്ഞ് സ്നേഹത്തിന്റെയും കരുണയുടെയും പാത സ്വീകരിച്ചാൽ തൃക്കേട്ടക്കാരെ പോലെ ഉന്നതിയിലെത്തുന്നവർ വേറെയുണ്ടാകില്ല. അവർ ലോകത്തിന്റെ രക്ഷകരാകാൻ കഴിവുള്ളവരാണ്. ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും അവർക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ അവരെ കൂടുതൽ കരുത്തരാക്കുന്നു. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച ഒരാൾക്ക് തങ്ങളെ തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ഈ ലോകം അവർക്ക് കീഴടങ്ങും. കാരണം അവർ വെറുമൊരു നക്ഷത്രമല്ല, ആകാശത്തിലെ ജ്യേഷ്ഠയാണ്, ഏറ്റവും ശ്രേഷ്ഠയായവൾ. തൃക്കേട്ട എന്നത് ഒരു പോരാളിയുടെ നക്ഷത്രമാണ്. തന്റെ പരിമിതികളെ അതിജീവിച്ച് ലോകത്തിന് വെളിച്ചം നൽകേണ്ട ഒരു പോരാളി. ആന്തരികമായ ഇരുട്ടിനെ വെളിച്ചമാക്കി മാറ്റുക എന്നതാണ് ഓരോ തൃക്കേട്ടക്കാരന്റെയും നിയോഗം.